നമസ്കാരം. വീട്ടുകാരുമായിട്ടുണ്ടായിരുന്ന ചെറിയൊരു തർക്കത്തെ തുടർന്നാണ് മോഹൻദാസ് അന്ന് വീട് വിട്ടിറങ്ങിയത്. തനിക്ക് തൃശ്ശൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ടെന്ന് വീട്ടുകാരോട് കള്ളം പറഞ്ഞ് മോഹൻദാസ് നേരെ പോയത് വാൽപ്പാറയ്ക്കടുത്ത് ആനമല എസ്റ്റേറ്റിലേക്കായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ആൻറ്റിയുടെ വീടുണ്ട്. ആൻറ്റി അവിടുത്തെ ഒരു നേഴ്സാണ്. ആൻറ്റിയോട് മോഹൻദാസ് പറഞ്ഞു, താൻ ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു കാരണവശാലും തൻ്റെ വീട്ടിൽ അറിയിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻദാസ് അവിടെ താമസം തുടങ്ങിയത്. പിന്നീട് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടിൽ നടന്നൊരു ആഘോഷ പരിപാടിയിൽ മോഹൻദാസ് ഡാൻസും തൻ്റെ ചില കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു. അന്ന് അദ്ദേഹത്തിന് 101 രൂപ സമ്മാനമായിട്ടൊക്കെ ലഭിക്കുകയുണ്ടായി. ഈ ആൻറ്റിയുടെ മകൻ, താൻ താമസിക്കുന്ന വീട്ടിലെ ആൻറ്റിയുടെ മകൻ അന്ന് കോയമ്പത്തൂരിലാണ് പഠിക്കുന്നത്. അങ്ങനെ മോഹൻദാസും ഈ ആൻറ്റിയുടെ മകൻ്റെ കൂടെ കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ മലയാളി സമാജം സംഘടിപ്പിച്ച ഒരു ആഘോഷ പരിപാടിയിൽ മോഹൻദാസ് കലാപരിപാടികൾ അവതരിപ്പിച്ചു. അത് കണ്ട് എല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് ആ പരിപാടി കാണാൻ ഉണ്ടായിരുന്ന അല്പം പ്രായം കൂടി ഒരു തമിഴൻ വന്നിട്ട് മോഹൻദാസിനോട് പറഞ്ഞു, താങ്കൾക്കൊരു സിനിമാ നടൻ്റെ ലുക്കുണ്ട്, താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ 250 രൂപ താങ്കൾക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് പറഞ്ഞു. സത്യത്തിൽ മോഹൻദാസിന് സിനിമയിൽ അഭിനയിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ 250 രൂപ പ്രതിഫലമായി ലഭിക്കുമെന്ന് കേട്ടപ്പോൾ മോഹൻദാസ് യെസ് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് പണമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം മോഹൻദാസ് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു വാഹനം വന്നു, സിനിമാക്കാരുടെ വാഹനം. എന്നിട്ട് മോഹൻദാസിനെ കൂട്ടിക്കൊണ്ടുപോയി. നേരെ പോയത് കോയമ്പത്തൂരിലെ വലിയൊരു കാളിക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ ചെന്ന ശേഷം, അവിടെയായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന ശേഷം ഈ സിനിമാക്കാർ മോഹൻദാസിനോട് പറഞ്ഞു, ഈ ഡ്രസ്സൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു കോണകം മാത്രം ഉടുപ്പിച്ചു. എന്നിട്ട് തറയിൽ കിടത്തി. ഈ തറയിൽ ഉണ്ടായിരുന്ന കുറ്റികൾ, അടിച്ചു കയറ്റിയിരുന്ന കുറ്റികളിൽ മോഹൻദാസിൻ്റെ 2 കൈയും 2 കാലും കെട്ടിയിട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പാട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാമ്പുകളൊക്കെ മോഹൻദാസിൻ്റെ ശരീരത്തിലേക്ക് തുറന്നു വിട്ടു, പാമ്പുകളെ. അങ്ങനെ പാമ്പുകളൊക്കെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയ സമയത്ത് മോഹൻദാസ് പേടിച്ചുകൊണ്ട് നിലവിളിച്ചു. തനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, തന്നെ ഒന്ന് അഴിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിനിമാക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തെ കെട്ടക്കഴിച്ചു വിട്ട് 250 രൂപ പ്രതിഫലം കൊടുത്ത് വയറൊന്നറിയ ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് അവർ മോഹൻദാസിനെ യാത്രയാക്കിയത്. ഈ മോഹൻദാസാണ് പിൽക്കാലത്ത് മലയാള സിനിമയിലെ പ്രശസ്ത നടനായി മാറിയ കുഞ്ചൻ. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് മോഹൻദാസ് എന്ന പേര് കുഞ്ചൻ എന്നാക്കി മാറ്റിയത്. കുഞ്ചൻ ആദ്യകാലത്ത് മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചത് മോഹൻ എന്ന പേരിലായിരുന്നു. ഇതേ കാലത്ത് തന്നെയാണ് ചട്ടക്കാരി എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച മോഹൻ എന്ന നടൻ മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരുന്നത്. അപ്പോഴാണ് തിക്കുറിശ്ശി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നിലവിൽ മോഹൻ എന്നൊരു നടൻ സിനിമയിലുണ്ട്. അപ്പോൾ മറ്റൊരു മോഹൻ കൂടി വന്നാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോഹൻദാസ് എന്ന പേര് ഞാൻ കുഞ്ചൻ എന്നാക്കി മാറ്റാമെന്ന് പറഞ്ഞു. ആ പേര് മോഹൻദാസിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മോഹൻദാസ് എന്ന നടൻ കുഞ്ചനായി മാറിയത്. കോയമ്പത്തൂരിലെ കാളിക്ഷേത്രത്തിൽ വെച്ച് ദേഹത്ത് പാമ്പിനെയൊക്കെ വെച്ച് അഭിനയിച്ച ശേഷം മോഹൻദാസ് എന്ന കുഞ്ചൻ പിന്നീട് നേരെ പോയത് മദുരാശിയിലേക്കായിരുന്നു, മനേവി എന്ന തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ. ജമിനി ഗണേശൻ അടക്കമുള്ള വലിയൊരു താരനിര തന്നെ ആ ചിത്രത്തിലുണ്ടായിരുന്നു. 75 രൂപയായിരുന്നു അന്ന് കുഞ്ചന് പ്രതിഫലമായി ലഭിച്ചത്. പക്ഷേ ആ സിനിമ റിലീസായില്ല. തുടർന്ന് മദുരാശിയിൽ താമസമാക്കിയ കുഞ്ചൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല വാതിലുകളിലും മുട്ടി. പക്ഷേ കാര്യമായ അവസരമൊന്നും ലഭിച്ചില്ല. കയ്യിലാണെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വാടക കൊടുക്കാനുള്ള പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ കുഞ്ചനെ മദ്രാശിയിൽ പിടിച്ചു നിർത്തിയത് വിദ്യാധരൻ മാസ്റ്ററുമായിട്ടുള്ള സൗഹൃദമായിരുന്നു. കുഞ്ചന്റെ ദാരിദ്ര്യം മനസ്സിലാക്കിയ അദ്ദേഹം കുഞ്ചന് താമസിക്കാൻ സ്ഥലം കൊടുത്തു. വിദ്യാധരൻ മാസ്റ്റർക്ക് അന്ന് സിനിമാ മേഖലയിലുള്ള പലരുമായും സൗഹൃദമുണ്ടായിരുന്നു. അത്തരം സൗഹൃദം ഉപയോഗിച്ച് കുഞ്ചൻ പല സിനിമാക്കാരോടും ചാൻസ് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ KP കൊട്ടാരക്കരയോടും അവസരം ചോദിച്ചത്. അങ്ങനെ KP കൊട്ടാരക്കര തിരക്കഥ എഴുതി നിർമ്മിച്ച് J. ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിൽ കുഞ്ചന് ഒരു വേഷം ലഭിച്ചു. 1969 ഡിസംബർ 18 റെസ്റ്റ് ഹൗസ് റിലീസ് ചെയ്തത്. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുഞ്ചന് 50 രൂപയാണ് അഡ്വാൻസ് ലഭിച്ചത്. പ്രേം നസീർ ആയിരുന്നു റെസ്റ്റ് ഹൗസിലെ നായകൻ. അദ്ദേഹത്തെ തൊടാൻ പോലും കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത കാലത്ത് അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയത് ജീവിതത്തിലെ പ്രധാന നിമിഷമായിരുന്നെന്ന് ഒരിക്കൽ കുഞ്ചൻ പറയുകയുണ്ടായി. റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം കുഞ്ചന് വളരെ പെട്ടെന്നൊന്നും മറ്റ് സിനിമകളിൽ അവസരം ലഭിച്ചിരുന്നില്ല. വളരെ പതുക്കെയായിരുന്നു കുഞ്ചന്റെ വളർച്ച. ചെറിയ വേഷമാണെങ്കിലും കുഞ്ചൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരുന്നു.
സിനിമയിൽ എല്ലാവരോടും കുഞ്ചൻ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു. ആദ്യകാലത്ത് സോമനും ജയനുമൊക്കെ കുഞ്ചന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് പ്രേം നസീർ എന്ന് ഒരിക്കൽ കുഞ്ചൻ പറഞ്ഞിരുന്നു. പ്രേം നസീറിനെ കുറിച്ച് കുഞ്ചൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ പരിഗണിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഒരേ സമയം 4 സിനിമകളിൽ അദ്ദേഹം വന്ന് അഭിനയിക്കാറുണ്ട്. ഒരനുഭവം പറയാം. ശശികുമാർ സാർ സംവിധാനം ചെയ്ത തിരുവാഭരണം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. ഞാൻ ഒരു അരുവിയിൽ മീൻ പിടിക്കുന്നതും മീനിനു പകരം പാമ്പ് കയറി വരുന്നതുമാണ് സീൻ. ആദ്യം റിഹേഴ്സൽ ചെയ്യണം. റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് എന്റെ കയ്യിൽ നിന്ന് വഴുതി നിലത്തേക്ക് വീഴുകയും അടുത്തുള്ള പുൽക്കൂട്ടത്തിനുള്ളിൽ മറയുകയും ചെയ്തു. ശശികുമാർ സാർ ചൂടായി. കാരണം വാടകയ്ക്ക് എടുത്ത പാമ്പാണ്. മറ്റൊന്നിനെ പെട്ടെന്ന് കിട്ടില്ല. ഞാൻ എങ്ങനെയോ ഓടിച്ചെന്ന് രണ്ടും കൽപ്പിച്ച് പാമ്പിനെ പിടിച്ചു. പക്ഷേ പേടി കാരണം ബലമായി പിടിച്ചതുകൊണ്ട് പാമ്പ് ചത്തുപോയി. അതോടെ ശശികുമാർ സാർ എന്നോട് പൊട്ടിത്തെറിച്ചു. എന്ത് പണിയാടോ താൻ ഈ കാണിക്കുന്നത്? ഇനി നസീറിന്റെ കോൾ ഷീറ്റിന് വേണ്ടി ഞാൻ എവിടെ പോകും? ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നസീർ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശശി, ആ കുട്ടിയെ ചീത്തയൊന്നും പറയരുത്. ഈ സീൻ ഞാൻ നാളെ വന്ന് ഷൂട്ട് ചെയ്യാം. ആ സ്നേഹത്തിന്റെ പേരായിരുന്നു നസീർ. ഓടി നടന്ന് 4ഉം 5ഉം സിനിമകളിൽ ഒരേ ദിവസം അഭിനയിക്കുന്നതിനിടയിലാണ് ഞാൻ കാരണം റീഷൂട്ട് ചെയ്യേണ്ടി വന്ന സീനിന് സമയമുണ്ടാക്കി വരാം എന്ന് പറഞ്ഞത്. കുഞ്ചൻ ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക എയ്യോട്ടോയിലെയും കോട്ടയം കുഞ്ഞച്ചനിലെയും വേഷമാണ്. കോട്ടയം കുഞ്ഞച്ചനിലെ ആ പരിഷ്കാരിയെ കാലമെത്ര കഴിഞ്ഞാലും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. കുഞ്ഞച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ തല മുഴുവൻ എണ്ണയും പരട്ടി 36 ഇഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണപ്പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസിലുള്ള പച്ച പരിഷ്കാരി. സത്യത്തിൽ ആ വേഷം ചെയ്യാൻ ആദ്യം തീരുമാനിച്ചത് ശ്രീനിവാസനെയാണ്. എന്നാൽ അദ്ദേഹത്തിന് തിരക്കുമൂലം വരാൻ സാധിച്ചില്ല. പിന്നീടാണ് ആ വേഷം കുഞ്ചനിലേക്ക് എത്തിച്ചേരുന്നത്. എയ്യോട്ടോയിൽ അഭിനയിക്കുന്ന സമയത്താണ് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് കുഞ്ചനെ വിളിക്കുന്നത്. കോട്ടയം കുഞ്ഞച്ചനിൽ ഒരു വേഷമുണ്ട്, ചെറിയ റോളാണ്. പച്ച പരിഷ്കാരി പയ്യൻ എന്നാണ് ഡെന്നിസ് ജോസഫ് പറഞ്ഞത്. ഏതായാലും കിട്ടിയ റോൾ എന്നത്തെയും പോലെ കുഞ്ചൻ ഗംഭീരമാക്കി. എയ്യോട്ടോയിൽ മോപ്പഡിൽ വന്ന് SI ആയിരുന്ന ശ്രീനിവാസനെ കളിയാക്കുന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. സത്യത്തിൽ അതിൽ കാണുന്ന പോലൊരു മോപ്പഡായിരുന്നു കുഞ്ചൻ വാങ്ങിയ ആദ്യത്തെ വാഹനം. 1973 മദ്രാസിലായിരുന്നപ്പോഴാണ് TVS മോപ്പഡ് വാങ്ങുന്നത്. അതിൽ പെയിന്റടിച്ച് TVS എന്ന പേര് മായ്ച്ച് 2 സൈഡിലും കുഞ്ചഹ എന്ന് എഴുതി വെച്ചു. സെറ്റിലെത്തുമ്പോൾ പലരും പറയും, സാർ യമഹ ബൈക്ക് പാത്തിറക്ക്, ഇത് ഏത് കമ്പനി സാർ? കുഞ്ചഹ. സിനിമയിലും സിനിമയ്ക്കു പുറത്തും ഇത്തരം തമാശകളുമായി യാത്ര ചെയ്യുന്ന കുഞ്ചൻ ഇതിനകം 750ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കരിയറിന്റെ ആദ്യകാലത്ത് തമാശ വേഷങ്ങൾ ചെയ്ത കുഞ്ചന് പിന്നീട് സീരിയസ് വേഷങ്ങളും ലഭിച്ചു തുടങ്ങി. മമ്മൂട്ടി പണ്ട് പറഞ്ഞതുപോലെ വേഷം ഏതായാലും അത് ഗംഭീരമാക്കാൻ കുഞ്ചന് പ്രത്യേക മിടുക്ക് തന്നെയാണ്.